വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലൂഷ്യാന് കൂടെ താമസിക്കാൻ റെൻഷി ഒരാഴ്ചത്തെ പെർമിഷൻ നൽകിയപ്പോൾ തന്നെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ചില കണ്ടീഷൻസും പ്ലാനും ലൂഷ്യൻ റെഡിയാക്കി നൽകുന്നു. 15 മിനിറ്റിൽ കൂടുതൽ കുളിക്കാൻ പാടില്ല, 2 തവണയിൽ കൂടുതൽ ഒരു പ്രാവശ്യം ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പാടില്ല, കൈ കഴുകാൻ ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കണം എന്നൊക്കെ കണ്ടീഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആളുകളുമായി ഇടപഴകുമ്പോഴുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞാനുമായി തൊട്ടിടപഴകാനും തയ്യാറാകണം എന്നൊക്കെ ലൂഷ്യൻ അവനോട് പറയുന്നു. റെൻഷിക്ക് അവൻ്റെ കണ്ടീഷൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നീ ഇത് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ താമസത്തിൻ്റെ ദൈർഘ്യവും കൂടും എന്ന് ലൂഷ്യൻ ഓർമ്മിപ്പിക്കുന്നതിനാൽ അവനെ ഒഴിവാക്കാൻ വേണ്ടി മനസ്സോടെയാണെങ്കിലും അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ അവൻ സമ്മതിക്കുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി റെൻഷി ഇന്നുവരെ കഴിക്കാൻ അറപ്പ് തോന്നിയിട്ടുള്ള ഫുഡ് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ ലൂഷ്യൻ ശ്രമിക്കുന്നു. ആദ്യം അറപ്പോട് കൂടി ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ചെങ്കിലും പിന്നീട് കഴിക്കാൻ അവൻ തയ്യാറാകാതിരുന്നപ്പോൾ എങ്കിൽ കഴിക്കണ്ട, ഞാൻ ശുഭാഞ്ജിയും കൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞ് ലൂഷ്യൻ അന്തരത്ത് ശുഭാഞ്ജിയുടെ മുന്നിലേക്ക് വെക്കുന്നു. അതോടെ റെൻഷിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണരുന്നുണ്ട്. എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വാശിയോടെ അവനത് വാങ്ങി കഴിക്കാൻ തുടങ്ങുന്നു. ലൂഷ്യാനും അവൻ്റെ ഒപ്പം മത്സരിച്ച് കഴിക്കുന്നുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് പ്ലേറ്റ് കാലിയാകുന്നു. പതിവില്ലാതെ ആഹാരം ഒരുപാട് കഴിച്ചതിനാൽ അവൻ്റെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായല്ലോ എന്ന് കരുതി ശുഭാഞ്ജി കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കഞ്ഞി റെഡിയാക്കി കൊണ്ടുവന്നെങ്കിലും അവളുടെ മുന്നിൽ വയറിന് പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് വേണ്ട എന്നവൻ പറയുന്നു. ലൂഷ്യാൻ്റെ പേര് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കുടിച്ചേക്കും എന്ന് ശുഭാഞ്ജിക്ക് തോന്നിനാൽ എങ്കിൽ പിന്നെ ഞാൻ ലൂഷ്യാനും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ശുഭാഞ്ജി അതുമായി പോകാൻ തുടങ്ങുന്നു. ഉടനെ റെൻഷി അവളുടെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അത് വാങ്ങി മുഴുവൻ കുടിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നീ ഉണ്ടാക്കി കഞ്ഞി മുഴുവൻ ഞാൻ കുടിച്ചു നിർത്തോളാം എന്നും അവൻ പറയുന്നു. കുറെ കഴിഞ്ഞ് ശുഭാഞ്ജി പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താണ് ഗ്ലൗസ് ധരിക്കാത്തത് എന്ന് ചോദിച്ച് റെൻഷി അവൾക്കരികിലേക്ക് ചെല്ലുന്നു. ഗ്ലൗസ് ഇല്ലാത്ത പാത്രം കഴുകുകയാണ് എനിക്ക് ശീലം എന്ന് ശുഭാഞ്ജി പറഞ്ഞപ്പോൾ സോപ്പ് സ്ഥിരമായി ഉപയോഗിച്ച് നിന്റെ കൈ പരുക്കനായി പോകും എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തടവി നോക്കുന്നുണ്ട്. ശുഭാഞ്ജി കൈ തിരികെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇടപെടൽ പ്രാക്ടീസ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഞാൻ കയ്യിൽ പിടിച്ചതെന്ന് പറഞ്ഞ് അവൻ വിടുന്നില്ല. ആ സമയത്ത് അവിടേക്ക് വന്ന ലൂഷ്യൻ ഇടപെടൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാനുമായിട്ട് മതി എന്ന് പറഞ്ഞ് ശുഭാഞ്ജിയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് പ്രാക്ടീസ് തുറന്നോളാൻ പറയുന്നു. റെൻഷി വിടുവിക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. റെൻഷി അന്ന് തന്നെ ഒരു ഹാൻഡ് ക്രീം വാങ്ങിക്കൊണ്ടുവരാൻ ഡോങ്ഷിക്ക് മെസ്സേജ് അയക്കുന്നു. നല്ല ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചറിയാൻ ഡോങ്ഷി ഉടൻ തന്നെ വാങ്ഷിയാനെ ഫോൺ ചെയ്യുന്നു. അവൻ തനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയായിരിക്കും ചോദിക്കുന്നതെന്ന് കരുതി വാങ്ഷിയാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് റെൻഷിക്ക് വേണ്ടിയാണെന്ന് ഡോങ്ഷി പറഞ്ഞത്. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇനി മുതൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചേക്കരുതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. എന്തിനാണ് അവൾ ദേഷ്യപ്പെടുന്നതെന്ന് ഡോങ്ഷിക്ക് മനസ്സിലാകുന്നില്ല. ഹാൻഡ് ക്രീം വാങ്ങാൻ പോയ കൂട്ടത്തിൽ അവരൊരു ഫേസ് മാസ്ക് കൂടി വാങ്ങുന്നുണ്ട്. ശുഭാഞ്ജി അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി മുറിയിലെത്തിയപ്പോഴാണ് ബെഡിൽ ഹാൻഡ് ക്രീമും അതിനൊപ്പം റെൻഷിയുടെ കുറിപ്പും ഇരിക്കുന്നത് കണ്ടത്. പാത്രം കഴുകുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞതിനാണ് അവൻ ക്രീം വാങ്ങിയതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഇത് ദിവസവും 2 തവണ ഉപയോഗിക്കണം, പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് തീർന്നില്ലെങ്കിൽ സാലറി കുറയ്ക്കും എന്നായിരുന്നു അവൻ അതിൽ എഴുതി വെച്ചിരുന്നത്. അടുത്ത ദിവസം രാവിലെ റെൻഷി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ലൂഷ്യാൻ ശുഭാഞ്ജിയെ ജോലികളിൽ സഹായിച്ചുകൊണ്ട് കൂടെ തന്നെ നിൽക്കുകയാണ്. അവരെ അവിടെ തനിച്ചാക്കിയിട്ട് ഓഫീസിൽ പോകാൻ അവന് മനസ്സ് വരുന്നതേയില്ലായിരുന്നു. അപ്പോഴാണ് ജോലി ഒതുക്കി കഴിയുമ്പോൾ നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് ലൂഷ്യാൻ ശുഭാഞ്ജിയോട് പറയുന്നത് അവൻ കേട്ടത്. അതുകൂടിയായപ്പോൾ റെൻഷി ഓഫീസിൽ പോക്ക് താത്തു വെക്കുന്നുണ്ട്. ഞാനിന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൻ തിരികെ കയറുന്നു. ലാപ്ടോപ്പിൽ നോക്കി ജോലി ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ശുഭാഞ്ജിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ലൂഷ്യാനിലാണ്. അവർ അടുത്തിടപഴകുന്നത് കണ്ടിട്ട് അസൂയ സഹിക്കാൻ വയ്യാതെ ശുഭാഞ്ജി ഫ്രിഡ്ജ് തുറക്കുന്നത് കണ്ട് അവളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി മാത്രം റെൻഷി ഒഴിച്ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. റെൻഷി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ലൂഷ്യൻ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും ഇടയിൽ ശുഭാഞ്ജി നിന്ന് പെടാപ്പാട് വിടുകയാണ്. അവളൊരു മുട്ട പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് ബീറ്റ് ചെയ്യാൻ വിസ്ക് എടുക്കാൻ തിരയുന്നു. അവൾക്ക് എത്താവുന്നതിനേക്കാൾ ഉയരത്തിലായതിനാൽ ലൂഷ്യൻ അവളെ സഹായിക്കുന്ന കണ്ട് റെൻഷി ഓടിച്ചെന്ന് എൻ്റെ വീട്ടിലെ സാധനങ്ങൾ എനിക്കല്ലേ നന്നായി അറിയാവുന്നത് എന്ന് പറഞ്ഞ് അവർക്കിടയിൽ കയറുന്നുണ്ട്. വിസ്കിനേക്കാൾ നല്ലത് ഹാൻഡ് ബീറ്ററാണ് എന്ന് പറഞ്ഞ് അവൻ അത് എടുക്കുന്നു. രണ്ടുപേരും കൂടി അവരവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ ശുഭാഞ്ജി രണ്ടും വാങ്ങാൻ നിൽക്കാതെ ഒരു ചോപ്സ്റ്റിക് എടുത്ത് മുട്ട പതപ്പിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവൾക്ക് ഷിയാൻ്റെ കോൾ വന്നതിനാൽ നിങ്ങളിൽ ആരെങ്കിലും ഇതൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ആര് ചെയ്യണമെന്ന കാര്യത്തിൽ ലൂഷ്യനും റെൻഷിയും കൂടി തർക്കിക്കുന്നുണ്ട്. ഷിയാന് ജുൻജയുടെ കാര്യത്തിൽ ആകെ കൺഫ്യൂഷനായി തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് അവൻ മറ്റു പെൺകുട്ടികളോട് ഇടപഴകുന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ അവനെ ഇഷ്ടമാണെന്ന് തുറന്ന് സമ്മതിക്കാനും കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശം ചോദിക്കാനാണ് അവൾ ശുഭാഞ്ജിയെ വിളിച്ചത്. ഒരു ഫ്രണ്ടിന് വേണ്ടിയാണെന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. നിന്റെ ഫ്രണ്ടിന് അവനെ ഇഷ്ടമാണെങ്കിൽ മടിച്ചു നിൽക്കാതെ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുകയാണ് വേണ്ടത്. അവൻ ചിലപ്പോൾ റിജക്റ്റ് ചെയ്തേക്കാം, പക്ഷെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവർക്ക് ദുഃഖിക്കേണ്ടി വരും എന്ന് ശുഭാഞ്ജി പറയുന്നു. മുട്ടയും കയ്യിൽ പിടിച്ച് തർക്കിച്ചുകൊണ്ടിരുന്ന റെൻഷി ലൂഷ്യനും അവൾ പറഞ്ഞ് ശ്രദ്ധിച്ച് എന്തോ ചിന്തിക്കുന്നുണ്ട്. ശുഭാഞ്ജി തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ടുപേരും ഒന്നും കേട്ടിട്ടില്ലെന്ന മട്ടിൽ ബീറ്റിംഗ് തുടരുന്നു. ഡോങ്ഷി വാങ്ഷിയാനെ കണ്ട് ഒരു ഹാൻഡ് ക്രീമും ഫേസ് മാസ്കും അവൾക്ക് ഗിഫ്റ്റായി നൽകുന്നു. അവൾ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനുള്ള പരിഹാരമായി ഫുഡ് വാങ്ങിത്തരാമെന്നും അവൻ പറയുന്നുണ്ട്.
ശിവാഞ്ചിയും റൻഷിയും ലൂഷ്യാനും കൂടി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. അവിടെയും റൻഷിയും ലൂഷ്യാനും തമ്മിൽ ഇൻഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. ശിവാഞ്ചിക്കൊപ്പം ഷോപ്പിംഗ് കാർട്ട് തള്ളിക്കൊണ്ടു പോവുകയായിരുന്ന റൻഷിയുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയ ലൂഷ്യാൻ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറ്റുന്നുണ്ട്. കപ്പിൾസിന് വേണ്ടിയുള്ള ടൂത്ത് ബ്രഷ് സെയിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ റൻഷി ഒരെണ്ണം വാങ്ങുന്നുണ്ട്. അത് ശിവാഞ്ചിക്ക് നൽകിയാലോ എന്ന് കരുതി എനിക്കും ഒരു ബ്രഷ് വേണമായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് ഷെയർ ചെയ്യാം എന്ന് ലൂഷ്യൻ പറയുന്നു. ഞാനിത് എനിക്ക് ശിവാഞ്ചിക്കും വേണ്ടി വാങ്ങിയതാണ്, നിനക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കോ എന്ന് റൻഷി അപ്പോൾ പറയുന്നു. ഞാൻ എൻ്റെ ബ്രഷ് ചേഞ്ച് ആക്കിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ ബ്രഷ് വേണ്ട, ലൂഷ്യന് കൊടുത്തേക്കാൻ അവസാനം ശിവാഞ്ചി പറയുന്നുണ്ട്. വാങ്ഷ്യാൻ ഡോങ്ഷിക്കൊപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെഞ്ചി അവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിച്ചാലോ എന്ന് പറഞ്ഞ് അവൻ വാങ്ഷ്യാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഫുഡ് വാങ്ങിയത് ഞാനല്ല, ഡോങ്ഷിയാണ്, അതുകൊണ്ട് അവനോട് ചോദിച്ചിട്ട് കൂടെ ഇരുന്നാൽ മതി എന്ന് അവൾ പറയുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഡോങ്ഷി പറയുന്നതിനാൽ വെഞ്ചി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഡോങ്ഷിയെ എക്സ്ക്യൂസായി ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് വാങ്ഷ്യൻ സോറി പറഞ്ഞപ്പോൾ സോറി പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കാര്യം മനസ്സിലായിരുന്നു, അല്ലെങ്കിലും അവൻ്റെ ഒപ്പം ആഹാരം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് ഡോങ്ഷി പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ അർജൻറ്റ് കോൾ വരുന്നതിനാൽ ഭക്ഷണം കഴിച്ചു തീർക്കാൻ പോലും നിൽക്കാത്ത ധൃതിയിൽ അവൻ ഇങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അത്യാവശ്യമാണെന്ന് തോന്നിയതിനാൽ ടാക്സി വിളിച്ച് പോകാൻ നിന്നാൽ ലേറ്റാകും, എൻ്റെ കാറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ഷ്യനും കൂടെ ചെല്ലുന്നു. ഒരു നഴ്സിംഗ് ഹോമിലേക്കാണ് അവർ പോയത്. സുഖമില്ലാത്ത അവൻ്റെ മുത്തശ്ശി അവിടെയാണ്. അവർക്ക് പെട്ടെന്ന് അസുഖം കൂടിയതിനാലാണ് അവന് കോൾ വന്നത്. അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷവും വാങ്ഷ്യന് ശരിക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഡോങ്ഷിക്കും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അവളെ കൊണ്ടുവന്നതിൽ വിഷമം തോന്നുന്നു. റൻഷിയുടെ അമ്മ അടുത്ത ദിവസം അവനെ കാണാനായി ഓഫീസിലെത്തുന്നു. മുമ്പൊക്കെ അമ്മയെ കാണുമ്പോഴേ ഒടിച്ചുവിടാൻ ശ്രമിക്കാറുള്ള അവൻ ഇന്ന് അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് സമാധാനപരമായി സംസാരിക്കുന്നുണ്ട്. ശിവാഞ്ചിയെ നിർത്തിയത് വെറുതെ ആയില്ല എന്നാണ് തോന്നുന്നത്, നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ എന്ന് അമ്മ പറയുന്നുമുണ്ട്. ഇത്രയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവളെ പറഞ്ഞു വെച്ചോട്ടെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കുറച്ച് നാൾ കൂടി ശിവാഞ്ചി അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് റൻഷി അറിയിക്കുന്നു. എത്ര കാലം നീ അവളെ ഈ പേരും പറഞ്ഞ് അവിടെ നിർത്തും? നിന്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവളെ കൂടെ നിർത്താൻ നീ വേറെ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് അമ്മ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. റൻഷി അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശിവാഞ്ചി ജോലി ഒതുക്കിയിട്ട് മുറിയിൽ വന്നിരുന്ന കുറേ നോട്ടീസുകൾ നോക്കുന്നതിനിടയിൽ കേക്കിൻ്റെ പടം കണ്ടപ്പോൾ അമ്മയെ ഓർക്കുന്നു. അവളുടെ വിഷമിച്ചുള്ള നിൽപ്പ് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ലൂഷ്യൻ വിവരം തിരക്കിയപ്പോൾ അമ്മയ്ക്കും എനിക്കും ഈ കേക്ക് വളരെ ഇഷ്ടമായിരുന്നു. അമ്മ മരിച്ച ശേഷം പിന്നീട് ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല എന്ന് അവൾ പറയുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ ലൂഷ്യൻ ഉടൻ തന്നെ ഒരു ബേക്കറിലെത്തി അവൾ പറഞ്ഞ കേക്ക് വാങ്ങുന്നു. ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ആളിന് എന്തെങ്കിലും മെസ്സേജ് അറിയിക്കാനുണ്ടെങ്കിൽ അതിനുള്ള കാർഡ് തരാം എന്ന് ഷോപ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള ഇഷ്ടം ശിവാഞ്ചി അറിയിക്കാമെന്ന് ലൂഷ്യൻ വിചാരിക്കുന്നു. അവൻ ആ കാർഡ് വാങ്ങി അതിൽ എഴുതുന്നുമുണ്ട്. ഇതേസമയം അമ്മയുടെ ചോദ്യം കേട്ട് ആകെ മനസ്സിലാക്കിയ റൻഷി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു. ലൂഷ്യൻ കേക്കുമായി വന്നപ്പോൾ ശിവാഞ്ചി ശരിക്കും അത്ഭുതപ്പെടുന്നു. അവനത് അവളുടെ കയ്യിൽ കൊടുത്തപ്പോഴേക്കും അവൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കോൾ വരുന്നതിനാൽ ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് വരാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു. ബോക്സുകളിൽ നിന്ന് കേക്ക് എടുക്കാൻ തുടങ്ങുന്നതിനിടയിൽ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് ലൂഷ്യൻ മുകളിൽ എഴുതി വെച്ചിരുന്ന കാർഡ് തറയിലേക്ക് വീഴുന്നതിനാൽ അവളത് കാണുന്നില്ല. കേക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന അതേ കേക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നതിനാൽ ശിവാഞ്ചിക്ക് അമ്മയെ ഓർമ്മ വരുന്നു. അമ്മയുടെ ഓർമ്മയിൽ അവളെ കരഞ്ഞു പോകുന്നുമുണ്ട്. ഈ സമയത്താണ് റൻഷി വീട്ടിലേക്ക് എത്തിയത്. അകത്ത് കയറിയപ്പോഴേ അവളുടെ കരച്ചിൽ അവൻ കേൾക്കുന്നതിനാൽ അവൻ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിവാഞ്ചി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുമുണ്ട്. കരച്ചിലെന്ന് അടങ്ങിയപ്പോൾ കാരണം തിരിക്കിയപ്പോൾ എനിക്ക് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് അവൾ പറയുന്നു. ഇന്ന് ചെയ്തിടത്തോളം ജോലി മതി, വീട്ടിൽ പോയി അമ്മയെ കണ്ടോളാൻ അവൻ പറയുന്നുണ്ട്. അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് കുറേ കാലമായി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കരയുന്നു. അവളുടെ അമ്മ മരിച്ച വിവരം റൻഷി അപ്പോഴാണ് അറിയുന്നത്. അവനവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഷിയാൻ ജുൻജയുടെ മെസ്സേജുകൾക്കൊന്നും ഇപ്പോൾ റിപ്ലൈ അയക്കാറില്ല. അവൻ വിളിച്ചാൽ എടുക്കാറുമില്ല. അന്നും കുറേ തവണ മെസ്സേജ് അയച്ചപ്പോൾ അവൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നു. തൊട്ടുപുറകെ തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വാതിലിന് പുറകിൽ മറിഞ്ഞു നിന്നിരുന്ന ജുൻജയെ കാണാത്തതിനാൽ ആരാണെന്നറിയാൻ അവൾ വാതിൽ തുറക്കുന്നു. അവനെ കണ്ടപ്പോൾ വാതിൽ വയ്ക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അകത്തേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. ഷിയാൻ പക്ഷേ പഴയ അടുപ്പം കാണിക്കാൻ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അവളുടെ ദേഷ്യത്തിന് കാരണം സിനിമയ്ക്ക് കൂടെ വന്ന പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ നിനക്കെന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ജുൻജ ചുറ്റിക്കുന്നു. എനിക്ക് നിന്നെപ്പോലെയുള്ള കുട്ടികളോട് തമാശ കളിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോൾ ആവശ്യം എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുരുഷനെയാണ്, അല്ല നിന്നെപ്പോലെ കുട്ടികളി മാറാത്ത പയ്യനെ അല്ല എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കുന്നു. വിഷമം കുറേ കുറഞ്ഞപ്പോൾ ശിവാഞ്ചി അമ്മയെക്കുറിച്ച് റൻഷിയോട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീയും നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എന്നവൻ പറയുന്നു. സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ തന്ന ഹാൻഡ് ക്രീം ഉപയോഗിച്ചോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ലൂഷ്യൻ ഫോൺ വിളി കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ അവൻ അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ മറിഞ്ഞു നിൽക്കുന്നു. റൻഷി ശിവാഞ്ചിയുടെ കയ്യിൽ തടക്കിയപ്പോൾ ഇതും ട്രീറ്റ്മെൻറ്റ് ഭാഗമായുള്ള ട്രെയിനിങ് ആണോ എന്നവൾ ചോദിക്കുന്നു. അവനപ്പോൾ അവളുടെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഇതാണ്, നീ ഇപ്പോൾ ഒരു മറുപടി പറയണമെന്നില്ല എന്ന് പറയുന്നു. ശിവാഞ്ചി പക്ഷേ കൈ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ബോസ് വെറുതെ ഞാൻ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പെരുമാറരുതെന്ന് പറയുന്നുണ്ട്. ലൂഷ്യൻ അപ്പോഴേക്കും അകത്ത സീൻ ഏകദേശം മനസ്സിലാക്കുന്നതിനാൽ അവൻ അവിടെ നിന്ന് പോകുന്നു. എന്ത് തെറ്റിദ്ധാരണയാണ് ഞാൻ കാരണം ഉണ്ടാക്കുന്നത് എന്ന് റൻഷി ചോദിച്ചപ്പോൾ എന്നോട് വെറുപ്പില്ലാത്തത് കൊണ്ടാണ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാനല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു.
പക്ഷെ പുറകെ ചെന്ന റൻഷി അവളെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ വെറും ബോസും എംപ്ലോയിയും മാത്രമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ഓഫീസിൽ ഓരോ ദിവസവും നിന്നോട് സംസാരിക്കാൻ ഞാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ മുമ്പ് പ്രണയിച്ചിട്ടില്ലാത്തത് കൊണ്ടാകാം എൻ്റെ മിക്കവാറും പ്ലാൻസ് എല്ലാം ഫെയിലായി തിരിച്ചടിക്കുകയാണ് ചെയ്തത്. നിന്നോട് എനിക്കുള്ള ഫീലിങ്സ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നീ അറിയാതെ നിൻ്റെ കപ്പ് വരെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളതൊന്നും എനിക്ക് നിന്നോട് വെറുപ്പില്ലാത്തത് കൊണ്ട് ചെയ്തതല്ല, മറിച്ച് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ചെയ്തതാണ് എന്നവൻ പറയുന്നു. റൻഷിയുടെ പെട്ടെന്നുള്ള തുറന്നു പറച്ചിലിൽ അമ്പരന്ന് നിൽക്കുകയാണ് ശിവാഞ്ചി. ബോസ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവൾ പറയുന്നു. റൻഷി അവളെ വിശ്വസിപ്പിക്കാനെന്ന് പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് അവൻ കിസ്സിങ് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു. ശിവാജിയുടെ മുഖത്തിൽ ചിരിവിട്ടിരുന്നുണ്ട്. ഇഷ്ടമുണ്ട് എന്ന് പറയാതെ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്നവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. റൻഷി സന്തോഷത്തോടെ വീണ്ടും അവളെ കിസ് ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.